ഹായ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാകൃതി സമവാക്യങ്ങളുടെ അടുത്ത ഭാഗമായ സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ പൂർത്തീകരണം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും നയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം 3-4 വീഡിയോകളിലായിട്ട് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പരിചയപ്പെട്ടു. അത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ടെത്തി. ഈ ഒരു പാഠത്തിന്റെ പ്രത്യേകത, ഈ മെത്തേഡുകൾ പരിചയപ്പെടുന്നത് വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയാണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറയണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് അടുത്ത മെത്തേഡിലാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ മെത്തേഡും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു വ്യത്യസ്ത പ്രോബ്ലങ്ങളിലൂടെയാണ്. അപ്പൊ നമുക്ക് ആ പ്രോബ്ലങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ടീച്ചറ് പേജ് നമ്പർ 82 എക്സാമ്പിൾ ആണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും റെഡിയാണല്ലോ? പേജ് നമ്പർ 82 ലാസ്റ്റ് ഭാഗത്തുള്ള ഒരു പ്രോബ്ലം ആണ് ടീച്ചർ നിങ്ങളിവിടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meters longer than the other side and its area is 224 square meter. Then what are the length of its sides? പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകത, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നതാണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ വിഷമമുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാം. പക്ഷെ അതിപ്പോ സിലബസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എടുത്ത് ചെയ്തു നോക്കുക. കാരണം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് പോകാനും സാധിക്കും. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലൂടെ കടന്നു പോകാം. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meter മോർ ദാൻ ഇറ്റ്സ് അതർ സൈഡ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ചിത്രം വരച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meters longer than the other side. അപ്പൊ ഒരു സൈഡിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് അടുത്ത സൈഡ് എന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ ഇന്നലെ പറഞ്ഞതാണ്, ഇക്വേഷൻസ് പറഞ്ഞു, അതേപോലെ ഓൾജിബ്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ള അഥവാ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആക്കി മാറ്റണം. അപ്പൊ എപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം, ഇവിടെ ഏതാണ് വേരിയബിൾ ആയിട്ട് എടുക്കുക? അപ്പൊ ആ ചോദ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു സൈഡിനേക്കാൾ 2 കൂടുതലാണ് മറ്റേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈഡ് ആയിരിക്കുമല്ലോ എക്സ് ആയിട്ട് അഥവാ വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. ഒരു റെക്ടാംഗിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചെറിയ സൈഡ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കാറ്? ബ്രെഡ്ത്ത് ആയിട്ടാണ് പറയാറുള്ളത്, അല്ലെ? അപ്പൊ നോക്കൂ, ഈ ചിത്രത്തില് ഇതിന്റെ ബ്രെഡ്ത്തിനെ ടീച്ചർ എക്സ് ആയിട്ട് എടുത്താൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് x+2 മീറ്റർ ആയിരിക്കും. എങ്ങനെയാണ് x+2 കിട്ടിയത്? ഇതിനേക്കാൾ 2 കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസിനെ ടീച്ചർ മാത്തമാറ്റിക്കലി എഴുതി. കൂടുതൽ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക, കുറവ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, ഇരട്ടി അഥവാ ടൈംസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഭാഗം അഥവാ പാർട്ട് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക. ഈ 4 ആക്ഷൻസ് അല്ലേ നമ്മുടെ മാത്സിലുള്ളൂ. ആ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇനി ചിന്തിക്കൂ, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 8ാം ക്ലാസ്സിലായിരുന്നു ഈ പ്രോബ്ലം എങ്കിൽ ഇതേ ചോദ്യം നമ്മൾ 8ാം ക്ലാസ്സിൽ നേരിട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സില് ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആയിരുന്നു തന്നിരുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 4 സൈഡുകളും കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് പെരിമീറ്റർ. ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് അത് 8ാം ക്ലാസ്സിൽ പെരിമീറ്റർ ആയിട്ട് തന്നത്. അതേസമയം 10ാം ക്ലാസ്സില് ഇവിടെ 2 സൈഡുകൾ തമ്മിലുള്ള ബന്ധം പെരിമീറ്റർ ആയിട്ടല്ല നമുക്ക് തരുന്നത്. ബട്ട് ദേ ഗിവൺ ദാറ്റ് ദ ഏരിയ ഈസ് 224.
ഈ ഭാഗം അഥവാ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ അളവാണ് 224. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പെരിമീറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഫസ്റ്റ് ഡിഗ്രിയിലേക്കാണ് കയറി പോവുക. പക്ഷെ ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എപ്പോഴും എന്തിലേക്കാണ് പോകുന്നത്? സെക്കൻഡ് ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ആശയവും മനസ്സിൽ വേണം. അപ്പൊ നോക്കൂ, ഈ ഏരിയ ഈക്വൽ ടു 224 ഉറപ്പാണ്, ട്രൂ ആണ്, ഫാക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഏതാണോ സത്യമായിട്ട് നിൽക്കുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോവാൻ, ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞാൽ ലെറ്റ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു x മീറ്റർ, then length is equal to x plus 2 meter. എഴുതുമ്പോൾ നീറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് രണ്ടും വരുന്ന, ഇതിന്റെ രണ്ടിന്റെയും വിലകൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും വരുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ തന്നതിൽ നിന്നൊരു ട്രൂത്ത് നമ്മൾ കണ്ടെത്തണം. എന്താണ് ആ ട്രൂത്ത്? ഏരിയ ഈക്വൽ ടു 224. എങ്ങനെയാണ് ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? നോക്കൂ, x ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 224. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമായിട്ട് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ് കൊണ്ട് ബ്രാക്കറ്റിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 224 എന്ന് കിട്ടി. നോക്കൂ, ഇന്നലെ നമുക്ക് കിട്ടിയ ഭാഗവും ഇന്ന് ചെയ്ത ഈ പ്രോബ്ലത്തിലെ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇന്നലെ നമുക്ക് a+b² എന്ന് പറഞ്ഞ രൂപത്തിൽ 81 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടു പുറത്തും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇന്നലത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അതേസമയം ഇവിടെ വരുമ്പോൾ നോക്കൂ, x² പ്ലസ് 2x എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടുന്നത്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനുള്ള വഴി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ 224 എന്ന് പറയുന്നതും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനുള്ള വഴി? അതിന് വഴിയുണ്ട്. അതിനാണ് ടീച്ചർ ഇന്നലെ നിങ്ങളോട് a+b² a-b² എക്സ്പാൻഷൻസ് പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. എപ്പോഴാണ് നമുക്ക് ഈ രൂപത്തിൽ കിട്ടണം, അല്ലെങ്കിൽ a-b² എന്ന് പറഞ്ഞ രൂപത്തിൽ കിട്ടണം. അപ്പോൾ ശ്രദ്ധിക്കൂ, ആദ്യം പ്ലസ് വെച്ചിട്ടുള്ളത് പറഞ്ഞു തരാം. a+b² എന്ന് പറഞ്ഞ രൂപത്തിൽ കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില് 3 ടേംസ് വന്നിരിക്കണം. ഏതൊക്കെയാണ് 3 ടേംസുകള്? a² 2ab പ്ലസ് b². ഈ രൂപത്തിലാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നത് എങ്കിൽ ഈ രൂപത്തിനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. എന്താണ് ഈ രൂപത്തിന്റെ പ്രത്യേകത? 8ാം ക്ലാസ്സിൽ ഇവിടുന്ന് അങ്ങോട്ട് എഴുതാൻ പഠിച്ചു, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എഴുതാൻ പഠിക്കുകയാണ്. എന്താണ് ഈ ടേമുകളുടെ പ്രത്യേകത? ശ്രദ്ധിക്കൂ, ഇതിലത്തെ 2 ടേമുകള് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. എഴുതിയിട്ടുണ്ടാവും എല്ലാവരും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ. എയുടെ സ്ക്വയർ ആണ് a², ബിയുടെ സ്ക്വയർ ആണ് b². അപ്പൊ എന്തായിരിക്കണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില്? 3 ടേമുകൾ ഉണ്ടായിരിക്കണം. കണ്ടീഷൻ 1. ആ 3 ടേമുകളിൽ 2 എണ്ണം എന്തായിരിക്കണം? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കണം. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ? ബാക്കി വരുന്ന ഈ 2ab എന്ന് പറയുന്നത് ഈ 2 സ്ക്വയർ റൂട്ടുകളുടെ മൾട്ടിപ്പിളിന്റെ a ഇൻറ്റു ബി ഈക്വൽ ടു ab അതിന്റെ ഡബിൾ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് എഴുതാം? നമുക്ക് a-b² എന്ന് എഴുതാം. 2ab സൈൻ എന്തായാൽ മതി? മൈനസ് ആയാൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഈ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതണമെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എത്ര ടേം വരണം? 3 ടേം വന്നിരിക്കണം. ആ 3 ടേമിൽ 2 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം.
ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സ്ക്വയർ റൂട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ഡബിൾ ആയിരിക്കണം. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരൂ. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എത്ര ടേമേ ഉള്ളൂ? 2 ടേമേ ഉള്ളൂ. നമുക്ക് എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. അപ്പൊ ചിന്തിക്കുക, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാമല്ലോ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വർക്ക് ചെയ്താലും അത് റൈറ്റ് സൈഡിലും ചെയ്തു കൊടുത്താൽ ഈ ഇക്വേഷന്റെ ബാലൻസ് ഒരിക്കലും മാറില്ല, അഥവാ സമവാക്യം ഒരിക്കലും വില മാറില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചിന്തിക്കൂ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ എത്ര ടേം വേണമെന്ന് മനസ്സിലായി? 3 ടേം വേണമെന്ന് മനസ്സിലായി. ശ്രദ്ധിക്കുക. അപ്പൊ ടീച്ചർ ഇവിടേക്ക് എടുത്ത് എഴുതി x² + 2x. ഇവിടെ വലത് ഭാഗത്തൊരു നമ്പർ ആഡ് ചെയ്താൽ മതിയല്ലോ. ആ നമ്പർ തോന്നിയതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടീഷൻ വേണം, 2 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ ചിന്തിക്കൂ, നമുക്ക് തന്ന് കിട്ടിയതില് ഒരെണ്ണം പെർഫെക്റ്റ് സ്ക്വയറാ. ഏതാണ്? എക്സിന്റെ സ്ക്വയർ ആണ് x². അപ്പോൾ നോക്കൂ, ഇതിന്റെ സ്ക്വയർ റൂട്ട്, ഈ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് അല്ലേ a²ന്റെ സ്ക്വയർ റൂട്ട് അല്ലേ a. അതേപോലെ x² സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് x. നോക്കൂ, ഇവിടെ വരുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യണ നമ്പർ എന്ത് ചെയ്താൽ മതി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നോക്കൂ, ഈ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഈ നമ്പറിലത്തെ ഈ x എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ x അല്ലേ? ഇതെങ്ങനെയായിരുന്നു ഇത് കിട്ടിയത്? ഈ 2 സ്ക്വയർ റൂട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡബിൾ. നോക്കൂ, ഈ a ആണ് ഈ a ആണല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? b കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, ഈ a ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന നമ്പർ എന്ന് പറയുന്നത് 2b ആ. എന്താ 2b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിയുടെ ഡബിള്. അപ്പോൾ ഇവിടത്തെ നമ്പർ കിട്ടാൻ ഈ 2bയെ പകുതിയാക്കിയാ പോരെ? ഒന്നുകൂടി ചിന്തിക്കൂ. a² + 2ab + b². a²ന്റെ സ്ക്വയർ റൂട്ട് a. ആ a ആണ് 2ab-ത്തെ a. ബാക്കി വരുന്ന നമ്പർ ഏതാണ്? 2b. 2b എന്ന് പറഞ്ഞാൽ ബിയുടെ ഡബിള്. അപ്പൊ b കിട്ടാൻ 2bയെ എന്ത് ചെയ്താൽ മതി? പകുതിയാക്കിയാൽ മതി. അപ്പൊ b കിട്ടും. ഇവിടെ ആഡ് ചെയ്യണ നമ്പർ ഏതാണ്? b² ആണ്. ഇത് കുറെ പ്രാക്ടീസ് ഉണ്ടേ നമുക്ക് ശരിയാവുള്ളൂ. നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അതേപോലെ x²ന്റെ സ്ക്വയർ റൂട്ട് x. ബാക്കിയുള്ള നമ്പർ എടുക്കാം. ബാക്കിയുള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണല്ലോ. ആ 2 ഇവിടെ എഴുതി. ഇത് 2b ആണ്. അപ്പൊ b കിട്ടാൻ ഇതിനെ പകുതിയാക്കണം. 2/2. 2/2 = 1. അപ്പൊ നോക്കൂ, ഈ x-ന്റെ നേരെ ഇവിടെ എഴുതാ എന്ത്? 1. അപ്പോ എയുടെ സ്ഥാനത്ത് x കിട്ടി, ബിയുടെ സ്ഥാനത്ത് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ b² അല്ലേ? അപ്പൊ 1ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക. അപ്പൊ നോക്കൂ, x² + 2x + 1 എന്ന് കിട്ടും. ശരിയായോ എന്ന് നമുക്കൊന്ന് നോക്കാം. x²ന്റെ സ്ക്വയർ റൂട്ട് x. 1ന്റെ സ്ക്വയർ റൂട്ട് 1. അപ്പൊ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വന്നു. കണ്ടീഷൻ ഓക്കെ. ഇനി അടുത്ത നമ്പർ ടേം എന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സ്ക്വയർ റൂട്ടുകളുടെ മൾട്ടിപ്പിള്. എക്സിന്റെയും 1ന്റെയും മൾട്ടിപ്പിള് x × 1 x. അതിന്റെ ഡബിള് 2x. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1ഉം വന്നാൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? = x + 1² എന്ന് എഴുതാം. കണ്ടല്ലോ, ഈ ആദ്യത്തെ ഒരു പ്രോബ്ലം കൊണ്ടൊന്നും ഇത് നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവില്ല. ടീച്ചർ 5-6 എക്സാമ്പിളിലൂടെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ വീണ്ടും ചെയ്ത് ഉറച്ചാൽ മതി. അപ്പൊ നമ്മളിവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് 1² ഓൺ ബോത്ത് സൈഡ്സ്. ആഡ് 1² എന്ന് പറഞ്ഞാൽ ആഡ് 1. Add 1 on both sides. This equation become
x square plus 2x plus 1 equal to 224 plus 1. ഇതിന് വേറൊരു എളുപ്പ വഴി ഉണ്ട് കേട്ടോ, പക്ഷെ അത് പറഞ്ഞു തരാത്തത് 224ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? നിങ്ങള് ബാക്കിൽ എഴുതി വെച്ചിട്ട് കാണാതെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 225 ആണ്. അപ്പൊ 224നെ എന്നോട് എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 1 ആഡ് ചെയ്തവർ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമെങ്കിൽ ഇവിടെയും ആ 1 ആഡ് ചെയ്ത് കൊടുത്താൽ എന്താകും? പെർഫെക്റ്റ് സ്ക്വയർ ആകും. ഇങ്ങനെയും ഒരു എളുപ്പ വഴിയുണ്ട്, പക്ഷെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉറച്ചിരിക്കണം. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? x plus 1 the whole square equal to 225. ഇപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത സ്റ്റെപ്പിലേക്ക് എത്തിയില്ലേ? രണ്ട് പുറത്തും എന്തായി? പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇനി ബാക്കി ഇന്നലെ ചെയ്തതുപോലെ തന്നെ ടീച്ചർ അതാ പറഞ്ഞത്, ഈ സെക്കൻഡ് ഡിഗ്രിയുടെ ഓരോ പ്രോബ്ലത്തിലും ഒരു ഘട്ടം അവസാനിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ പഴയ പോലെയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് x plus 1 equal to plus or minus 15. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി 225ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 15 ആണ്. Therefore x plus 1 is equal to 15 or x plus 1 is equal to minus 15. എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു? രണ്ടെണ്ണം. That is x is equal to 15 minus 1 is equal to 14 or x is equal to minus 15 minus 1 equal to minus 16. ഇവിടെ ഈ വില നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യണ്ട. കാരണം ഈ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഒരിക്കലും ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിട്ട് വരില്ല? നെഗറ്റീവ് ആയിട്ട് വരില്ല. Therefore, one side of the square is equal to 14 meter എന്ന് കിട്ടും. അപ്പൊ അടുത്ത സൈഡ് എത്ര കിട്ടുക? 14 plus 2 is equal to 16 meter എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇത് നമുക്കൊരു 5-6 പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് വരും. പേടിക്കാതെ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. ഇനി ടീച്ചർ ഇവിടെ ഈ സ്ക്വയർ കംപ്ലീഷന്റെ ഒരു ജോമെട്രിക്കൽ എക്സ്പ്രഷൻ ടീച്ചർ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ്? x ആണ്. അപ്പോൾ നോക്കൂ, ഈ ഒന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് x into x is equal to x square ആണ്. ഈ സ്ക്വയറിന്റെ ഒരു സൈഡിനെ ഞാൻ 1 മീറ്റർ വലത്തോട്ട് നീട്ടി, മുകളിലോട്ടും 1 മീറ്റർ നീട്ടി. അപ്പോൾ എനിക്കിവിടെ എങ്ങനെ വരച്ചപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണല്ലോ കിട്ടുന്നത്. ഈ രണ്ടാമത്തതും മൂന്നാമത്തതും റെക്റ്റാങ്കിൾ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെങ്ത് x ആണെങ്കിൽ ഇതും x വരും. 1 into x is equal to x എന്ന് കിട്ടും. ഇതും അതെ, ഈ ലെങ്ത് x വന്നത് കൊണ്ട് ഈ മൂന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയയും 1 into x is equal to x എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു കുഞ്ഞി കഷ്ണം ബാക്കി നിൽക്കുന്നത് കണ്ടോ? ഇപ്പൊ ഈ കിട്ടിയ രൂപം ഒരു സ്ക്വയർ ആണോ? അല്ല. ആദ്യത്തേത് ഒരു സ്ക്വയർ ആയിരുന്നു അല്ലെ? ആ സ്ക്വയറിന്റെ ഷേപ്പ് ഇപ്പൊ ടീച്ചർ മാറ്റിയതാണ്. അപ്പൊ ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റാനുള്ള വഴി എന്താ? ഈ ഇവിടെ ഉള്ള ഈ വെട്ടിയ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു സ്ക്വയറിന്റെ ചേർത്ത് കൊടുത്തു. നോക്കി നോക്കൂ, ഈ ഒരു സ്ക്വയർ ഇവിടെ ചേർത്ത് കൊടുത്താൽ ഇത് മൊത്തത്തിൽ ഒരു സ്ക്വയർ ആയിട്ട് മാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇതും 1 മീറ്റർ ആകുമ്പോൾ 1 into 1 is equal to 1 square. കണ്ടോ, സ്ക്വയർ അല്ലാതിരുന്ന ഒരു രൂപത്തിനെ സ്ക്വയർ ആക്കി മാറ്റിയത് കണ്ടല്ലോ. എന്താ ആഡ് ചെയ്ത് കൊടുത്തേ? 1 square ആഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ ഓൾജിബ്രിക് ഫോം അല്ലേ ടീച്ചർ ഇവിടെ 1 square ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ജോമെട്രിക്കൽ എക്സ്പ്രഷൻ ആണ്. ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണ്ട. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം ഇതാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു പ്രോബ്ലം ടീച്ചർ അവതരിപ്പിക്കാം. ഓക്കെ, ബൈ.